മലപ്പുറം തിരൂരിലെ ഗൾഫ് മാർക്കറ്റിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടിയ ഒളിക്യാമറകൾ ചവറ പോലെ വിൽക്കപ്പെടുന്നു എന്ന വാർത്തയാണ് ഇവിടെ നിന്നും ഒടുവിലായി കേട്ടത്. ആ വാർത്തയുടെ നിജസ്ഥിതി അറിയാനായി ഞങ്ങൾ തിരൂരിലെത്തി. അധികമൊന്നും മെനക്കെടേണ്ടി വന്നില്ല. സാധനമുണ്ടെന്ന് നേരത്തെ വിവരം കിട്ടിയ കടയിൽ ഞങ്ങളെത്തി. മുഖവുരയില്ലാതെ കാര്യം പറഞ്ഞു. ഉടൻ 4-5 തരം ഒളിക്യാമറകൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ബട്ടണിൻ്റെ രൂപത്തിലുള്ളവ, പെൻ ക്യാമറ, കാറിൻ്റെ റിമോട്ടിൻ്റെ രൂപത്തിലുള്ളവ, മോഡലുകൾ പലവിധം. എത്രയെണ്ണം ഇതിനകം വിറ്റുപോയെന്ന ചോദ്യത്തിന് നല്ല ഡിമാൻഡുണ്ട് എന്നായിരുന്നു മറുപടി. പക്ഷേ മുൻപരിചയമുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. വെറും 1500 രൂപ നൽകി ഞങ്ങളുടെ കൂടെ വന്ന സുഹൃത്തും വാങ്ങി ഒരു ബട്ടൺ ക്യാമറ. അവിടെ നിന്നും ഇറങ്ങി ഇത്തരം ക്യാമറകളുടെ ഹോൾസെയിൽ ഷോപ്പിലെത്തിയപ്പോൾ കടക്കാരന് അല്പം സംശയം തോന്നി. എങ്കിലും ഒരു 10 എണ്ണത്തിന് ഓർഡർ ചെയ്തപ്പോൾ ആൾ ഞങ്ങളുടെ വഴിക്ക് വന്നു. അടുത്ത ദിവസം ആളെ വിടാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിക്യാമറകൾ വിൽക്കപ്പെടുന്നത്. എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഇവ ഉപയോഗിക്കപ്പെട്ടുവെന്നറിയാൻ ഒരുപക്ഷെ യൂട്യൂബിൽ തപ്പിയാൽ കിട്ടിയേക്കാം. സ്ത്രീ സുരക്ഷയ്ക്കായി കോടികൾ ചെലവഴിക്കുന്ന സർക്കാരും വാതോരാതെ പ്രസംഗിക്കുന്ന വനിതാ സംഘടനകളും ഈ അപകടം കാണാതെ പോകുന്നു. ക്യാമറാമാൻ ഫഹീമിനൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ 1, മലപ്പുറം.